സവാള ശ്രീ ഒ അബ്ദുള്ള. ഓ എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഒന്നും മറച്ചു കെട്ടലില്ല. ഞാൻ വളരെ തുറന്നാണ് കാര്യങ്ങൾ പറയും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. സുന്നി ഷിയ മുതൽക്കുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിം ലോകം ഒന്നാ. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. കാത്തിരുന്നു. അത് എവിടെയാലും ഭൂഖണ്ഡങ്ങൾ എവിടെയാലും ശരി, ഇസ്ലാമിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ അത് അവർ ഒന്നിക്കും. എന്നിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണയൊന്നും കാണുന്നില്ലല്ലോ ഇറാന്. അല്ല, അതിന് സമയമായിട്ടില്ല. വിഷമത്തിൽ എത്തുമ്പോൾ അവർ ഒന്നിക്കും. ഇപ്പൊ പ്രാദേശികമായ പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ അവർക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയും. എന്നാ പിന്നെ പേടിക്കണ്ട. അപ്പൊ ഞാൻ ഇതിനെ ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ വിലയിരുത്താം. അയ്യോ, മനസ്സിന്റെ ഓരോ എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. ആ വിലയിരുത്തലനുസരിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനേക്കാൾ വലിയതായ പരീക്ഷണങ്ങൾ, കുരിശുയുദ്ധം താങ്കൾക്ക് അറിയാവുന്ന പോലെ എത്ര നൂറ്റാണ്ടാണ് നീണ്ടുന്നത്. എന്നിട്ട് പിന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ടില്ലേ? കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്ത്. നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ. അറബിയിലെ പ്രയോഗമുണ്ട്, ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുന്നു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. കർബല എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പേരക്കുട്ടിയെ അവിടെ പിന്നെ യൂഫ്രട്ടീസ് ടൈഗ്രസ് നദീ തീരത്ത് വെച്ച് പിടിച്ച് അദ്ദേഹത്തെയും 72 അനുയായികളെ കൊന്നു കളഞ്ഞതാണ്. പക്ഷെ അതിനുശേഷം ഇസ്ലാം അതോടുകൂടി അവസാനിക്കേണ്ടതാണ്. ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുകയത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഇപ്പൊ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി ഇന്ത്യയിൽ പൊളിച്ചു. ലോകത്ത് എവിടെയും സംഭവിക്കാത്ത ഒന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു കൂട്ടരുടെ ആരാധനാലയങ്ങളെ മറ്റൊരു കൂട്ടർ ചെന്നിട്ട് തച്ച് പൊളിക്കുക, ഭരണകൂടം നോക്കിക്കാം. പക്ഷെ അതിനുശേഷം ഇന്ത്യയിൽ നമസ്കാരം നടക്കുന്നില്ലേ? ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ കണ്ടിട്ടുണ്ട്. 100 ബാബരി മസ്ജിദുകൾ ഉണ്ടായത്, 100 എണ്ണം ഉടനെ തന്നെ. അത് ശക്തിപ്പെടുകയേ ചെയ്യുള്ളൂ. ഭയങ്കരം തന്നെ. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി മതമാണ്, ദൈവം കനിഞ്ഞരുളുകയാണ്. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. അതിന്റെ വ്യവസ്ഥകൾ താങ്കൾക്കടക്കം സ്വീകരിക്കാവുന്നതും യോജിക്കാവുന്നതുമായ വളരെ സുന്ദരമായ ആശയങ്ങളാണ്. അതല്ലാത്ത അതിനൊരു വെല്ലുവിളി വേറെ ഇതാ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം കുടിയേറ്റങ്ങൾ നിരോധിക്കുന്നതിന്റെ പേരിൽ അറിയോ? അവിടെ അഭയാർത്ഥികൾ അധികം ഉണ്ടായതുകൊണ്ടല്ല, അവർക്ക് ഒരു ആശയം, ഇസ്ലാം മതം എന്ന് പറയുന്ന ആശയം, അതിലേക്ക് വലിയ തോതിൽ അവിടെ ഉള്ള ഒരു ആകൃഷ്ടരാകുക. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. 2050 ആകുമ്പോഴേക്ക് ലോകത്തിന്റെ മതം ഇസ്ലാം ആകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രസവിച്ചു കൂട്ടിയിട്ടല്ല, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഖുർആനിൽ നേരത്തെ പ്രവചിക്കുന്നുണ്ട്, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതായ ഒരു ഘട്ടം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അതിനെ കണ്ടാൽ ദൈവത്തെ സ്തുതിക്കാനാ പറയുന്നത്. അങ്ങനത്തെ ഒന്നാണ് അതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതുവരെയുള്ളതിന് ആകപ്പാടെ ഞാൻ പറയാം, ഈ ചെറിയ ഇമ്പാച്ചെന്ന് കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ പേടിക്കൂല. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. മുസ്ലിങ്ങൾ വളരെ അവർക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം ഏതെങ്കിലും ലോകമതപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ചാനൽ ചർച്ചകളിലാവട്ടെ മറ്റെവിടെയാവട്ടെ ഇസ്ലാം എന്ന് പറയുന്ന മതം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഹിന്ദു മത സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു, അവരുടെ വിവാഹ സാധ്യതകൾ എങ്ങനെ നിഷേധിക്കുന്നു, അവരുടെ മറ്റേ ഇതൊത്തണോ ജാതകത്തോ ഇതൊത്തോ നോക്കിയിട്ട് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഇസ്ലാമിൻ്റെതല്ലേ നിങ്ങളിപ്പോ താങ്കൾ നേരത്തെ ചർച്ചയിൽ മാത്രം നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇസ്ലാമിന് എന്ത് പറ്റാനാ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? നെഗറ്റിവിറ്റി അല്ല, ഒക്കെ പോസിറ്റിവിറ്റിയാ. താങ്കളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ദുബായ് എന്ന് പറയുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ തരം സംസ്കൃത അസംസ്കൃത സാധനങ്ങൾ വന്ന് കൊട്ടുന്ന സ്ഥലമാണ് ദുബായ്. അവിടെ രാത്രി 2 മണിക്ക് പെൺകുട്ടികൾ കൈവീശി അവർ പോകുന്നു. ഒരു ബലാത്സംഗം നടക്കുന്നുണ്ടോ? ഒരു പിടിച്ചുവരിയാണ് നടക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പിടിച്ചു വരിക്കുന്നവരും ബലാത്സംഗക്കാരും ആണ് അങ്ങോട്ട് അവിടെ പോകുന്നവർ അധികവും. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അവരവിടെ എത്തിയിട്ട് കാം ആൻഡ് ക്വൈറ്റ്
വളരെ ശാന്തരായിട്ട് പെരുമാറണം. എന്താ കാരണം? ഇസ്ലാമിന്റെ ആ ഒന്ന് സുതാര്യതയും ശിക്ഷാവിധികളൊക്കെ അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ അങ്ങനെ വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ താങ്കൾ അതിനെ കൂട്ടിക്കെട്ടണ്ട. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. താങ്കൾ ഒന്ന് ആലോചിക്ക്, കേരളത്തില് ബലാത്സംഗങ്ങള്, പിന്നെ ഈ ആത്മഹത്യകള്, കൊലപാതകങ്ങള്, പിടിച്ചുപറികൾ ഇതെല്ലാം നടക്കുന്നല്ലോ. മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന അവിടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ? ആ വിശ്വാസം അത്രക്ക് ഭദ്രമാണ്, അത്രത്തോളം സുതാര്യമാണ്. താങ്കൾ ഞാൻ ഇതിലേക്ക് പലവട്ടം ക്ഷണിച്ച അപ്പോഴും ക്ഷണിക്കുക. ഇത് വന്നാൽ ഇതിനൊരു നിർവൃതിയാണ്. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയണത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ? ഒരു തെറ്റ് ചെയ്യാൻ തോന്നൂല. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങും. പിന്നെ ഒതിനകത്തൊക്കെയെന്ന് പറഞ്ഞ കോപ്പല്ലേ. അതുകൊണ്ട് ആ നിങ്ങൾക്ക് കൂടി ഇസ്ലാം അങ്ങനാവും ഇങ്ങനാവും. തറാലൊരു പെണ്ണ് പർദ്ദ കത്തിച്ച് അല്ലെ മറ്റവനെ കൈവെട്ടിയത് 51 വെട്ട് CPM-കാരനെ വെട്ടിയിട്ട് 51 വെട്ടി നിങ്ങൾ ഒരിക്കലും ഉദ്ധരിക്കില്ലല്ലോ. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. എത്ര തവണ ചർച്ച ചെയ്തതാണ്? ഒരു വെട്ടിനെയും നമ്മൾ ന്യായീകരിക്കുന്നില്ല. CPM വെട്ടിയാലും ലീഗ് വെട്ടിയാലും PFI-കാരൻ വെട്ടിയാലും വേണ്ട, ആര് വെട്ടിയാലും അതിനെ ന്യായീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല ഒരിക്കലും. കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അല്ല, പക്ഷെ എന്നാലും ഉദ്ധരിക്കൽ എപ്പോഴും കൈവെട്ട് മറ്റേ ആളെ മറ്റേ മാഷ കൈവെട്ട് എന്നുള്ളത് എപ്പോഴും പറയും. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. 1979 നടന്ന ഒരു കാര്യത്തിൽ മാത്രം ഖമീനിയെ ഒന്ന് ആദരിക്കണമെന്ന് തോന്നുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം കൂട്ടക്കൊല ചെയ്തതിൽ ഇറാൻ ഭരണകൂടത്തിനെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒന്ന് അഭിനന്ദിക്കുന്നു 50 വർഷത്തിന് ശേഷം. ആ ഒരു കാര്യത്തിൽ മാത്രം. അതുപോലെ ബംഗ്ലാദേശിലും വിപ്ലവം നടന്നപ്പം ആദ്യം ലോക്കൽ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നത്. അവിടെ ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്നിടത്തല്ല ആദ്യം ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിക്കൊല്ലുക എന്നുള്ളതാണ്. ഒന്നും മിണ്ടായിരിക്കും മൂപ്പരെ, ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ. ഈ മത്തി അയലയൊക്കെ വറക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഇറാനിലെ ഭരണകൂടം അവിടുത്തെ മെയിൻ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം 79 കൊന്നു നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, നെറ്റി കിടപ്പുണ്ട്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതാണ് ഇപ്പോഴും നാണം കെട്ട് ഇസ്ലാമിക് റവല്യൂഷൻ താങ്കളോട് പറഞ്ഞു. അത് പറ, ഇത് പറയും. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. അവിടെ പിന്നെ ബുദ്ധന്മാരുടെ റവല്യൂഷൻ. എന്റെ വായിലിരിക്കുന്ന കേൾക്കല്ല, അവിടെ പിന്നെ ബുദ്ധൻ റവല്യൂഷൻ ആയിരുന്നു. ചുമ്മാ ഉടക്കുണ്ടാക്കരുത്. ലോകത്തിന്റെ മുമ്പിൽ നടന്ന കാര്യമാണ് ബംഗ്ലാദേശിലെ റവല്യൂഷൻ. ഇസ്ലാമിക റവല്യൂഷൻ തന്നെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇവൻ മണ്ടത്തരം പറയാതെ. ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത് ഇപ്പൊ പകലാണെന്നൊന്നും പറയരുത്. പകലാണെന്നൊന്നും പറയരുത്. അല്ലല്ല, അത്ര വലിയ വേഷം കിട്ടൊന്നും വേണ്ട. അതൊക്കെ വീഡിയോ വെച്ചാൽ മതി. വേഷം കിട്ടൊക്കെ വീഡിയോ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളായി. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ആ എന്നോട് വേണ്ട. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. സെക്രട്ടറി മനസ്സിലൊന്നും എന്നോട് വേണ്ട. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പഞ്ഞത്തരമാണ്. ഹസീനയെ പുറത്താക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുക. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. അത് പോട്ടടാ ലാബു. അല്ല പിന്നെ ക്ഷോഭം വെടിയുക. നമുക്ക് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാം. ഈ കാലഘട്ടത്തിൽ നാട്ടുകാർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ബംഗ്ലാദേശിൽ എന്താ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളുടെ അരിവസ്ത്രമായിട്ട് ഡാക്കയുടെ തെരുവിൽ കൂടെ നടക്കുന്നത്. നീ ഇങ്ങനത്തെ ആളാണല്ലേ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. പിള്ളേര് സ്ത്രീകളുടെ അരിവസ്ത്രമായിട്ട് നടക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യൂണിസിനെ പിടിച്ച്
ഒരു മിനിറ്റ്. സ്ത്രീകളുടെ ഷെഡുകൾ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളുടെ ഷെഡി പൊട്ടിത്തെറിയല്ല മുഖം പൊത്തി അടിയാണ് വേണ്ടത്. ഇവരെന്ത് വൃത്തികേടാ പറയുന്നത്? അല്ല, ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചതൊന്ന് റിവൈൻഡ് ചെയ്തത് നന്നായിരിക്കും ശ്രീ ഒ. അബ്ദുള്ള. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്.